ഇന്ന് വിനായക ചതുർത്ഥിയാണ് അല്ലേ? വിനായക ചതുർത്ഥി സ്പെഷ്യലായിട്ട് ഇന്ന് രാവിലെ ഗണപതി ഹോമവും അതുപോലെ തന്നെ വൈകിട്ട് ഭഗവത് സേവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ വർഷവും വിനായക ചതുർത്ഥിക്കാണ് ഇവിടെ ഗണപതി ഹോമം ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ അച്ഛൻ അങ്ങനെ രാവിലെ ഗണപതി ഹോമം കഴിക്കും, പിന്നെ വൈകിട്ട് ഭഗവത് സേവയും കഴിക്കും. എന്നിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഗണപതി ഭഗവാന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നെയ്യപ്പാക്കി മാറ്റി. പിന്നീട് മലരും ശർക്കരയും അതുപോലെ തന്നെ അച്ഛൻ്റെ സ്പെഷ്യൽ കഠിന പായസം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും മധുരമുള്ള അമ്പലത്തിലെ പായസം കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കഴിക്കുന്നത്. പിന്നെ പ്രസാദം ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പിന്നെ അതിനൊന്ന് നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേയില്ലേ, ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തന്നെയാണ് കേട്ടോ. അത് നമ്മുടെ ചട്ടിയിൽ ഒഴിച്ചിട്ട് ആ ഒരു രീതിയിലാണ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുറുക്കും മോദകം ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ഇത്തവണ പക്ഷെ അതിന് സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇത്രയെല്ലാം ഒതുക്കി കേട്ടോ. എന്തായാലും ഭഗവാന് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീ പോട്ട് എവിടുന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സ്റ്റെയിൽ ആൻഡ് സ്റ്റെയിൻ്റെ ഒരു വൈറ്റ് മഗ് പോലെയുള്ള ഒരു ടീ പോട്ട് തന്നെയാണ് കേട്ടോ. നല്ല സുഖമാണിത് കാണാൻ, നല്ല സ്റ്റൈലിഷ് ആണെങ്കിലും എന്താ നല്ല ഒരു സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ ആയതുകൊണ്ട് അങ്ങനെ കറയൊന്നും പെട്ടെന്ന് പിടിക്കൂല. ഞാൻ എന്തായാലും ലിങ്ക് മേലെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നല്ല സൂപ്പർ ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ?